ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കസൂത്തി വർക്കിൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു ബ്ലൗസ് മെറ്റീരിയലിൽ ഞാൻ ചെയ്തിരിക്കുന്ന വർക്കാണ്. ഇതിൻ്റെ ഈ താഴെ കാണുന്ന ബോർഡർ ഡിസൈനിൽ വരുന്ന കസൂത്തി വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. നോക്കുക, ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും ഒരേപോലെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് മാത്രം, ആ ഒരു കെട്ടിട്ട ഭാഗം മാത്രമാണ് ഒരു ചെറിയ പ്രശ്നമുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ചെന്നിട്ട് കാണാം. ഞാൻ അനീഷ. എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുമാതിരി ഞാൻ ആദ്യം തന്നെ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞ മാതിരി ഈ ഒരു മൊസ്കിറ്റോ നെറ്റ് ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് മാത്രം ജസ്റ്റ് ഒരു ത്രെഡ് വെച്ച് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തേക്കുവാണ്. ബാക്കി ഭാഗം അതൊന്ന് അതേ പൊസിഷനിൽ കറക്റ്റ് ആ ലൈനായിട്ട് പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ഈ ഒരു സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കറക്റ്റ് ആ സാരിയുടെ കളറിന് മാച്ചിങ് ആയിട്ട് വരുന്ന രീതിയിൽ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് ഒരു എന്താ പറയുക 8 സ്ട്രാൻഡ് ഓഫ് ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ, സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ ഇതിനകത്ത് ഈ ഒരു മൊസ്കിറ്റോ നെറ്റിൻ്റെ ഒന്നിടവിട്ടുള്ള കോളങ്ങളിലാണ് ഞാനൊരു ലൈനായിട്ട് എടുക്കുന്നത്. ഒന്നിൽ കുത്തിപ്പൊക്കിയിട്ട് ഒരു സ്ക്വയർ വിട്ട് അടുത്ത സ്ക്വയറിലേക്ക് അതാണ് ഇതിൻ്റെ ഗ്യാപ്പായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടും ബാക്കും ഒരേപോലെ വരുന്ന രീതിയിൽ ഈ ഒരു പാറ്റേൺ ചെയ്യാൻ സാധിക്കും. സോ ശ്രദ്ധിച്ച് കാണുക. ഇതിപ്പോൾ നമ്മൾ ചെയ്തു പോകുന്നത് ആദ്യം 3 ഇതിങ്ങനെ ഒരു സ്ലാൻഡഡ് ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിലോട്ടൊരു ഡിസൈൻ വരുന്നുണ്ട്. ആ ഒരു ഡിസൈൻ മുകളിലോട്ടൊരു വരുന്ന ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് താഴോട്ട് പിന്നെ വരുന്നത്. ഇതിപ്പോൾ ഈ ഒരു സിൽക്ക് ത്രെഡ് ആയതിൻ്റെ പേരിലാണ് കേട്ടോ എനിക്കിങ്ങനെ ഇത്രയും ത്രെഡ് വന്നിരിക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാവുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ബോർഡറൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രെയിമിലിടാനായിട്ടും ഈ ഒരു മൊസ്കിറ്റോ നെറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഫ്രെയിമിൻ്റെ അത്ര അത്യാവശ്യം വരുന്നില്ല. കാരണം അതിനൊരു ബലം കിട്ടുന്നുണ്ട്. മുകളിലോട്ട് പോകുന്ന നോക്കുക. ഇനി ഇതിനകത്ത് ഞാൻ ആ ഒരു ആദ്യം തന്നെ കാണിച്ചു തന്ന ഇടയ്ക്ക് മോളുടെ സൗണ്ടാണ് കേട്ടോ വന്നത്, ക്ഷമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാൻ കാണിച്ചതിനകത്തുള്ളൊരു പീക്കോക്ക് ഡിസൈൻ ഞാൻ കാണിച്ചിരുന്നു. അതേമാതിരി പീക്കോക്ക് ഡിസൈൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ നമ്മൾ അത് പീക്കോക്ക് ഡിസൈൻ എങ്ങനെയാണ് കസൂത്തി വർക്ക് പ്രോപ്പർ രീതിയിൽ ചെയ്യുക എന്നുള്ളതും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു സ്ക്വയർ പോർഷൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ലാസ്റ്റ് തുടങ്ങിയെടുത്ത് ഇപ്പോൾ മുകളിലൊരു ലൈൻ ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നീട് ആ ഒരു സ്ക്വയർ പോർഷൻ നമ്മൾ എവിടെ വന്ന് നിന്നോ പിന്നെ തിരിച്ചു പോകും. ഈ തിരിച്ചു പോകുക എന്ന് പറയുന്നത്, തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സർക്കുലർ രീതിയിൽ വരുന്നത് തിരിച്ചു പോകുക എന്ന് പറയും. അത് ഈവൺ നമ്പർ ഓഫ് ടൈംസിലായിരിക്കണം കേട്ടോ. അതായത് 4 സെറ്റ് വന്നിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ ഓക്കെയാണ്, 6 വന്നിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ചിലതെന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണെന്ന് വെച്ചോ, അപ്പോൾ അത് തിരിച്ചു പോകുമ്പോൾ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ 2 ചെയ്തിട്ട് തിരിച്ചു വന്ന് 3ാമത്തത് കൊണ്ടുവന്ന് തിരിച്ചു വരണം. അങ്ങനൊരു കാര്യമുണ്ട് കേട്ടോ. അത് ഇപ്പോൾ പീക്കോക്ക് ഡിസൈൻ വരുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. പീക്കോക്ക് ഡിസൈൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യുമ്പോൾ ഞാനത് കാര്യം പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരിയാണ്, ഇത് കസൂത്തി വർക്ക് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തു പോകുക. ഒന്നിടവിട്ട് ഒന്നിൽ കുത്തിപ്പൊക്കി അടുത്തയിൽ പൊക്കി അങ്ങനെ ചെയ്തു പോകുന്നു. അത് എവിടെയെങ്കിലും ഒരിടത്ത് അവസാനം വരുന്ന മാതിരി ഉണ്ടെങ്കിൽ അവസാനത്തേക്ക് കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവരിക. ഒരു സർക്കുലർ മാതിരി എന്തെങ്കിലും ഒരു ക്ലോസ്ഡ് ഷേപ്പ് വരുന്നുണ്ടെങ്കിൽ ആ ക്ലോസ്ഡ് ഷേപ്പ് ചെയ്യേണ്ടത് ഒരു റൗണ്ട് ചെയ്യുക. അത് കഴിഞ്ഞ് തിരിച്ച് ക്ലോക്ക് വൈസ് പോവുകയാണെങ്കിൽ പിന്നീട് തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ തിരിച്ച് നമുക്ക് ഇതിലേക്ക് വരാം. ഇത് നോക്കുക, ഒരു വശം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് വരികയാണ്. തിരിച്ച് വന്ന് ബാക്കി ചെയ്യാത്ത ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തങ്ങ് പോവുകയാണ്. ഇങ്ങനെ ചെയ്താണ് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും എല്ലാം ഈക്വലി നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതിനകത്തെന്ന് പറയുന്നത് ആ മുകളിലത്തെ പോർഷനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിടത്ത് നമ്മൾ വന്ന് അവസാനിക്കുന്നതൊക്കെ അവിടെ വെച്ച് തന്നെ തിരിച്ച് വന്നിട്ട് നമ്മൾ ചെയ്യുന്നു. ആ ഒരു ഡയമണ്ട് ഷേപ്പ് ഉണ്ട്, അതൊരു സർക്കുലർ ഷേപ്പിലാണ്. അതാണ് നമ്മൾ ഒരു റൗണ്ട് മാതിരി ചെയ്തിട്ട് തിരിച്ചു പോകുന്നത്. പക്ഷേ ഈ റൗണ്ട് മാതിരി വരുന്നതാണ് ഞാൻ പറഞ്ഞത്. തിരിച്ചു പോകുന്നത് അത് ഈവൺ നമ്പർ ആണെങ്കിൽ, ഇരട്ട നമ്പർ ഓഫ് ലൈൻസ് ആണ് വരുന്നതെങ്കിലാണ് നമുക്ക് തിരിച്ചു വന്നാൽ പ്രോപ്പർ വേയിൽ വരിക. അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് ചെയ്യേണ്ട രീതി നമുക്ക് വേറൊരു കസൂത്തി വർക്കിൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞു തരാം.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രമാണ് എന്നാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നോക്കുക, ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അഴിച്ച് കളയാം. നമ്മൾ ആ ഒരു ജോയിൻ ചെയ്തിരിക്കുന്ന അഴിച്ച് കളയാം. അതിനുശേഷം ജസ്റ്റ് ഒരു ത്രെഡ്, ഈ മോസ്കിറ്റോ നെറ്റിൻ്റെ ത്രെഡ് ഞാനിതിങ്ങനെ ഒന്ന് അഴിച്ച് കളഞ്ഞിട്ട് നോക്കുകയാണ് ഇതിൻ്റെ 2 സ്ട്രാൻഡ് ഓഫ് ഇത് വന്നിരിക്കുന്നത് എവിടെയാണ്. അതായത് ഇത് 2/1 ആയിട്ടായിരിക്കും ഇതിൻ്റെ ഒരു വശത്തേക്ക് ഒരു ത്രെഡും അടുത്തൊരു വശത്തേക്ക് 2 സ്ട്രാൻഡും ആയിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ 2 സ്ട്രാൻഡ് പോയിരിക്കുന്നതിനകത്ത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വലിക്കാൻ പറ്റില്ല. ഒരു സൈഡ് ഒരു ത്രെഡായിട്ട് പോയിരിക്കുന്നത് ഇപ്പോൾ നോക്കുക, നീളത്തിലാണ് ഒരു സൈഡ് പോയിരിക്കുന്നത്. പക്ഷേ നീളത്തിലാണെങ്കിൽ പോലും ഒരു ലൈനായിട്ട് പോയിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇതേമാതിരി ഒന്ന് വലിച്ച് കളയുക. നോക്കുക, ഇപ്പോൾ ഞാൻ ഈസി ആയിട്ട് വലിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. നമുക്ക് ചെയ്തിരിക്കുന്ന ഇപ്പം മുകൾ ഭാഗത്തെ ത്രെഡൊന്നും കളയേണ്ട കാര്യമില്ലല്ലോ, കാരണം അവിടെ നമുക്ക് സ്റ്റിച്ച് വന്നിട്ടില്ല. അപ്പോൾ സ്റ്റിച്ച് വന്നിരിക്കുന്ന ഭാഗത്തുള്ള ഇതിങ്ങനെ ഓരോന്നായിട്ട് അങ്ങോട്ട് വലിച്ചെടുക്കും. ഇതിങ്ങനെ വിടർത്തി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. കുറച്ച് കൂടുതൽ വന്നിരിക്കുകയാണെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഇതേപോലെ എടുക്കുക. അപ്പോൾ നമുക്കത് കറക്റ്റ് അളവിൽ തന്നെ, ഇതിപ്പോൾ ഈ നെറ്റ് എന്തിനാണെന്ന് ചോദിക്കുന്നത്, ചിലവർ ഡിസൈൻ വരച്ചാൽ പോലെ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്താണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്നത് അത് ചെയ്യുക. എനിക്കറിയില്ല, ഇതിൻ്റെ ഒരു ട്രഡീഷണൽ രീതി എന്ന് പറയുന്നത് ഇതേപോലെ ഒരു നെറ്റ് വെച്ചിട്ട് ചെയ്യുന്ന രീതിയാണ്. ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അതിനൊരു നാക്ക് കിട്ടും. നമുക്ക് ഈസി ആയിട്ട് ഇത് അഴിച്ചെടുക്കാനൊക്കെ പറ്റും. പിന്നെ ഇതിപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു വർക്കല്ല ഇത്, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയൊക്കെ ചെയ്ത് വരുമ്പോൾ ഇതിലും സ്പീഡ് കിട്ടാനായിട്ട് നമുക്ക് സ്പീഡ് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നോക്കുക, ഇതേപോലെ അഴിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബോർഡർ ഡിസൈൻ കംപ്ലീറ്റ് ആവുന്നുണ്ടാവും. ഇതിലിപ്പോൾ ഞാൻ ഇടയ്ക്ക് ഓരോ മിറേഴ്സും കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെൻറ്ററിലൊരു പീകോക്ക് മോട്ടീഫും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഈ ഒരു ഇത് മാത്രമാണ്. നോക്കുക, ഇങ്ങനെയായിരുന്നു ബോർഡർ ചെയ്തിരുന്നത്. ഇടയ്ക്ക് മിറർ കൊടുത്തിട്ടുണ്ട്. മിററൊക്കെ ചെയ്യുന്ന രീതിയൊക്കെ പഴയ വീഡിയോസിൽ ഉണ്ടായിരുന്നതാണ്. സോ ഇതാണ് കേട്ടോ കസൂത്തി വർക്ക്. കെട്ടിട്ട ഭാഗത്ത് മാത്രം ഈ ഒരു സിൽക്ക് ത്രെഡ് ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ജോയിൻറ്റ് നോക്കാണ്ടിരുന്നത്. ഇപ്പം ഞാൻ ബാക്ക് സൈഡിൽ ഇങ്ങനൊരു 2 പീക്കോക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ പീക്കോക്കാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.